നമുക്കിന്ന് ഓരോ വേർഡ്സിൻ്റെയും സിംഗുലറിനെയും പ്ലൂരലിനെയും പറ്റി മനസ്സിലാക്കാനുള്ള കുറച്ച് ടെക്നിക്സ് നോക്കാം. നമ്മളുടെ വേർഡ് അവസാനിക്കുന്നത് യുഎമ്മിലാണെന്നുണ്ടെങ്കിൽ യുഎം മാറ്റിയിട്ട് നമ്മൾ എ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ പ്ലൂരൽ ഫോം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പ്ലാനറ്റേറിയം, അതിന് നമ്മൾ യുഎം മാറ്റിയിട്ട് എ കൊടുക്കുമ്പോൾ പ്ലാനറ്റേറിയ എന്നായി. മെമ്മോറാൻഡം, മെമ്മോറാൻഡ. സ്ട്രാറ്റം, സ്ട്രാറ്റ. മീഡിയം, മീഡിയ. നമ്മുടെ വേർഡ് അവസാനിക്കുന്നത് IS-ലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്ലൂറൽ ആക്കാനായിട്ട് IS എടുത്ത് മാറ്റിയിട്ട് ഒരു ES ആഡ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അനലൈസിസ് എന്നതിനെ നമ്മൾ അനലൈസസ് എന്നായി മാറുന്നു. സിന്തസിസ്, സിന്തസസ്. എംഫസൈസിസ്, എംഫസൈസസ്. അപ്പോൾ ഇത് വേറൊരു കേസാണ്. നമ്മുടെ വേർഡിൻ്റെ ലാസ്റ്റ് US ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ഒരു I കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും. ന്യൂക്ലിയസ് എന്നുള്ളത് നമ്മൾ US മാറ്റിയിട്ട് I കൊടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയൈ എന്നായി മാറി. റേഡിയസ്, റേഡിയൈ. ഫംഗസ്, ഫംഗൈ. ഇനി ഹൈഫൺ ഇട്ട് വരുന്ന വേർഡ്സിൻ്റെ പ്ലൂരൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവയുടെ ഫസ്റ്റ് വേർഡിൻ്റെ ഒപ്പം S ആഡ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, അതാണ് അതിൻ്റെ പ്ലൂരൽ ഫോം. മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ. റണ്ണർ അപ്പ്, റണ്ണേഴ്സ് അപ്പ്. ലുക്കർ ഓൺ, ലുക്കേഴ്സ് ഓൺ. നമുക്കിനി ചേഞ്ച് ഇല്ലാത്ത വേർഡ്സും ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. സ്പീഷീസ്, ഫിഷ്, ഷീപ്പ്, കാറ്റിൽ, സീനറി, എയർക്രാഫ്റ്റ്. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ഇല്ല. അതിൻ്റെ സിംഗുലറും പ്ലൂറലും ഒക്കെ സെയിം ആണ്.